ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹോം സ്വീറ്റ് ഹോം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മണി പ്ലാന്റിനെ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ മണി പ്ലാന്റ് നമ്മൾ വീട്ടിൽ വളർത്തുമ്പോൾ മണ്ണിലും വെള്ളത്തിലും ഒരുപോലെ വളർത്താം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും പിന്നെ നല്ല ബുഷിയായിട്ട് മണി പ്ലാന്റ് വളർത്താൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു ടിപ്പുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണാം. പിന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. അപ്പോൾ മണി പ്ലാന്റിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഒരു മിക്ക വീടുകളിലും മണി പ്ലാന്റ് വളർത്തുന്നുണ്ടാവും. മണി പ്ലാന്റിന് നല്ല പ്യുവർ ഓക്സിജൻ, നല്ല ഫ്രഷ് എയർ നമുക്ക് തരാനായിട്ട് മണി പ്ലാന്റിന് കഴിയും. ആ ഒരു കാരണം കൊണ്ട് മണി പ്ലാന്റ് വീട്ടിൽ വളർത്തുന്നവരുണ്ട്. പിന്നെ നല്ല പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ, ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് മണി പ്ലാന്റ് വളർത്തുന്നവരുണ്ട്. അതുപോലെ തന്നെ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ധനം ആകർഷിക്കാനുള്ളൊരു കഴിവ് മണി പ്ലാന്റിന് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ധനം വർദ്ധിക്കും എന്ന് പറഞ്ഞിട്ട് അധികം ക്ലോറിൻ ഇല്ലാത്ത വെള്ളം വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ക്ലോറിൻ വാട്ടറാണ് വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തലേ ദിവസം എടുത്ത് വെച്ച വെള്ളം വേണം ചെടി വെക്കാനായിട്ട് ഉപയോഗിക്കാൻ. പിന്നെ നമ്മൾ മണ്ണിൽ വളർത്തുന്ന ചെടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഫെർട്ടിലൈസേഴ്സ് ഇട്ട് കൊടുക്കാറുണ്ട്. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിലും വീട്ടിൽ തന്നെ പച്ചക്കറിയുടെ വേസ്റ്റ് ആയാലും എന്തെങ്കിലുമൊക്കെ നമ്മൾ മണ്ണിൽ വളർത്തുന്ന ചെടികൾക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ വെള്ളത്തിൽ നമ്മൾ ചെടികൾ വളർത്തുമ്പോൾ കൂടുതലായിട്ട് ഒന്നും ശ്രദ്ധിക്കാറില്ല. ഇടയ്ക്ക് വെള്ളം മാറ്റും എന്നല്ലാതെ മിക്കവരും ഒരു പ്രത്യേകിച്ച് ഒന്നും അതിനുവേണ്ടി ചെയ്യാറില്ല. അപ്പോൾ വെള്ളത്തിൽ വളർത്തുന്ന പ്ലാന്റ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു ഫെർട്ടിലൈസർ വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ മുട്ടത്തോട് വെച്ചാണ്. മുട്ടത്തോട് നമ്മൾ നമുക്കറിയാം ചെടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നല്ല കാൽസ്യം റിച്ച് ആണല്ലോ മുട്ടത്തോട്. അപ്പോൾ നമ്മൾ മുട്ടത്തോട് അങ്ങനെ തന്നെ പൊട്ടിച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് പകരം ഞാൻ വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 5 മുട്ടത്തോടുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത മുട്ടത്തോടാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. മിക്സിയിലിട്ട് ജസ്റ്റ് ക്രഷ് ചെയ്യാം, അല്ലെങ്കിൽ കൈ വെച്ച് നന്നായിട്ട് പൊടിച്ചെടുത്താലും മതി. ഞാനിതിപ്പോൾ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 5 മുട്ടത്തോട് എടുത്തിട്ടുണ്ട്.
അത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തതാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. ഇപ്പോൾ ഞാനിവിടെ 5 മുട്ടത്തോടാണ് എടുത്തത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 5 മുട്ടത്തോടിന് 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിത് മൂടി വെച്ച് ഒരാഴ്ച അനക്കാതെ വെക്കാം. അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ നമുക്കിത് അരിച്ചെടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് അരിച്ച് പാകത്തിന് നമ്മൾ എടുക്കുക. ഒരു ചെടിക്ക് വേണ്ടിയിട്ട് നമ്മൾ വളരെ കുറച്ച് മാത്രം എടുത്താൽ മതി. ഇപ്പോൾ കുറച്ച് ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ബാക്കി വെള്ളം ചേർത്തിട്ട് വേണം ഒഴിക്കാനായിട്ട്. അപ്പോൾ ഇത് അങ്ങനെ തന്നെ ഒഴിച്ച് ഫുള്ള് വെള്ളം അത് തന്നെ വെക്കരുത്. ബാക്കി നമ്മൾ സാധാരണ വെള്ളം ചേർത്തിട്ട് ചെടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ളത് അങ്ങനെ തന്നെ നമ്മൾ ആ ടിന്നിൽ തന്നെ അടച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. അപ്പോൾ ചെടിയിൽ നമ്മൾ ഈ വെള്ളമാണ് ഒഴിക്കുന്നത് ഉണ്ടെങ്കിലും ആഴ്ചയിൽ ഒരിക്കൽ ഈ വെള്ളം മാറ്റിയിട്ട് വേറെ വെള്ളം വെക്കണം. അപ്പോൾ എന്തായാലും ആഴ്ചയിൽ വെള്ളം മാറ്റി കൊടുക്കുക ചെടിയിൽ. അപ്പോൾ നമ്മളിത് വെള്ളത്തിൽ ചെടി നടുമ്പോൾ എല്ലാത്തിലും ഇത് ഒഴിക്കണം എന്നില്ല. ചെടിയിലേക്ക് വളർച്ച കുറവ് അല്ലെങ്കിൽ ചെടിയിൽ ഇങ്ങനെ മഞ്ഞ ഇലകൾ ഫുള്ള് മഞ്ഞയായിട്ട് പോവുക അങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ മാത്രം നമ്മളിത് ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ വെള്ളത്തിൽ നന്നായിട്ട് തന്നെ ചെടി അല്ലാതെ തന്നെ വളർന്നോളും. അപ്പോൾ ഈ ഒരു ടിപ്പ് മണി പ്ലാന്റ്സിന് മാത്രമല്ല, എല്ലാ വെള്ളത്തിലിട്ട് വെക്കുന്ന എല്ലാ പ്ലാന്റ്സിനും ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. താങ്ക്